ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ നിന്നും മറ്റ് വിദ്വേഷ പ്രസംഗങ്ങളിൽ നിന്നും തൽക്കാലം പിൻവാങ്ങി പ്രധാനമന്ത്രി രാജ്യത്തിന് ഗുണമുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. അംബാനിയെ പറ്റിയും അദാനിയെ പറ്റിയുമാണ് മോദി ഇപ്പോൾ സംസാരിക്കുന്നത്. വെറുതെ സംസാരിക്കുന്നതൊന്നുമല്ല. അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം രാഹുൽ ഗാന്ധി എന്താണ് ഒന്നും പറയാത്തത് എന്നതാണ് മോദിയുടെ ചോദ്യം. അത്രയും പറഞ്ഞ് നിർത്തിയില്ല. മിണ്ടാതിരിക്കാൻ എത്ര കള്ളപ്പണം കിട്ടി എന്നും ചോദിക്കുന്നുണ്ട് നരേന്ദ്രമോദി. കള്ളപ്പണക്കാരാണ് രാജ്യത്തെ ഈ 2 ശതകോടീശ്വരന്മാരുമെന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും സംസാരിക്കുന്നത് നിർത്തി എന്നത് ശരിയാണോ എന്നതാണ് ഈ സംഭവത്തിലെ ആദ്യത്തെ ചോദ്യം. ആ ആരോപണം തെറ്റാണ് എന്നാണ് മോദിയുടെ പ്രസംഗം രൂപകൽപ്പന ചെയ്ത PR സംഘത്തോട് ആദ്യം പറയാനുള്ളത്. സത്യാവസ്ഥ ഉൾക്കൊള്ളിക്കാനല്ല ഈ പ്രസംഗങ്ങൾ നടത്തുന്നത് എന്നത് അറിയാഞ്ഞിട്ടല്ല ഇത് പറയുന്നത്. എങ്കിലും പറയാം. ഏപ്രിൽ 24-ന് കൃത്യമായി പറഞ്ഞാൽ 14 ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അംബാനിക്കും അദാനിക്കുമെതിരെ ഇങ്ങനെ പറഞ്ഞത്. രാജ്യത്ത് ആകെ 2 വിൽപ്പനക്കാരും 2 ഉപഭോക്താക്കളുമാണുള്ളത്. മോദിയും അമിത്ഷായുമാണ് വിൽപ്പനക്കാരെങ്കിൽ അംബാനിയും അദാനിയുമാണ് ഉപഭോക്താക്കൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളും വൻകിട പദ്ധതികളും ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഈ 2 ശതകോടീശ്വരന്മാരാണ് എന്നായിരുന്നു ഖാർഗെ ഉദ്ദേശിച്ചത്. തീർന്നില്ല. ഏപ്രിൽ 12-ന് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് രാഹുൽ ഗാന്ധി മറ്റൊരു പരാമർശം കൂടി നടത്തി. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് 2 തരം ഇന്ത്യയെ രൂപീകരിച്ചിരിക്കുന്നു. ഒന്ന് ശതകോടീശ്വരന്മാരുടെ ഇന്ത്യയും മറ്റൊന്ന് ദരിദ്രരുടെ ഇന്ത്യയും. ഇത് അവരുടെ സമ്പത്ത് പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായകമായി എന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഉൾപ്പെടെ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ പോൾ അനുസരിച്ച് ഇന്ത്യയിലെ 52% ജനങ്ങളും രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ വലിയ സാമ്പത്തിക ശക്തികളെ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. അദാനിയെപ്പോലെയും അംബാനിയെപ്പോലെയുമുള്ള കള്ളപ്പണക്കാരെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന നരേന്ദ്രമോദിയുടെ പരാതി അപ്പോഴും മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെയാണ്. അതിന് കുറച്ച് ചരിത്രം പറയാം. ആരായിരുന്നു അദാനി? 2002-ൽ ഗുജറാത്തിൽ വംശഹത്യ നടന്നതിന് ശേഷം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII-യുടെ ഒരു യോഗം നടന്നിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് രാഹുൽ ബജാജിനെയും ഗോദറേജിനെയും പോലെയുള്ള വ്യവസായികൾ അതിശക്തമായി ഗുജറാത്തിലെ വംശഹത്യയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. അത് നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും അധികം വ്യവസായികളുള്ള തൻ്റെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ പോയി അവിടെയുള്ള വ്യവസായികളെ സംഘടിപ്പിച്ചു. അന്ന് അതിന് മുൻകൈ എടുത്ത വ്യക്തിയായിരുന്നു ഗൗതം അദാനി. ശേഷം ഗുജറാത്തിനെ കുറിച്ച് ഈ വ്യവസായികൾ പറഞ്ഞ പ്രസ്താവനകൾ തിരുത്തിയില്ലെങ്കിൽ വ്യവസായികളുടെ സംഘടനയായ CII പിളർത്തി മറ്റൊരു സംഘടന രൂപീകരിക്കുമെന്ന ഭീഷണിയും ഇവർ ഉയർത്തി. നിർണായക സമയത്ത് അദാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ നീക്കത്തെ തുടർന്ന് മറ്റു വ്യവസായികൾ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി. എന്ന് പറഞ്ഞാൽ മോദിക്ക് വേണ്ടി നിർണായക ഘട്ടത്തിൽ യുദ്ധം നയിച്ച ആളാണ് ഗൗതം അദാനി. അതിനുശേഷം അദാനിയെ മോദി ഒരിക്കലും കൈവിട്ടില്ല. 2014-ൽ മോദി അധികാരത്തിൽ വന്നതിനു ശേഷം അദാനിക്ക് വലിയ വളർച്ചയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കോവിഡ് മഹാമാരി വന്നപ്പോഴും അദാനിയുടെയോ അംബാനിയുടെയോ സാമ്പത്തികാവസ്ഥ മോശമായിട്ടില്ല. അംബാനി നിലവിൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ്. അദാനിയും അതിനോട് അടുത്തു തന്നെയുണ്ട്. ലോകത്തെ ഏറ്റവും ധനികരായ 15 പേരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ 2 ശതകോടീശ്വരന്മാരുടെയും പേരുണ്ട്. ചരിത്രം അവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ സങ്കടം നമ്മൾ തിരിച്ചറിയണം. അദാനിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നതാണ് സങ്കടം. എത്രയൊക്കെ പറയേണ്ട എന്ന് കരുതിയാലും പറയാതെ പോകാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും അദാനിക്കെതിരെ വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ്. അദാനി ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് മാർക്കറ്റിൽ തിരിമറി നടത്തി എന്ന് സമർത്ഥിച്ചുകൊണ്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന് 15 മാസങ്ങൾ കഴിഞ്ഞിട്ടും അദാനി ഗ്രൂപ്പിനെതിരെയുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഹിൻഡൻബർഗ് മാത്രമല്ല, OCCRP, ഫിനാൻഷ്യൽ ടൈംസ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അദാനിയെക്കുറിച്ചുള്ള ചോദ്യം അവസാനിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്നും അയോഗ്യയാക്കിയത് എന്തിനായിരുന്നു? അദാനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പണം വാങ്ങി എന്നതായിരുന്നല്ലോ ആരോപണം. അത് ഉന്നയിച്ചതാരാണ്? BJP MP നിഷികാന്ത് ദുബെ. ഇനി മറ്റൊരു അയോഗ്യതയെ കുറിച്ച് കൂടി പറയാം. അത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയാണ്.
അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം എത്ര ഗാഢമാണെന്ന് ചിത്രങ്ങൾ സഹിതം ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ മോദി പരാമർശം വിവാദമാകുന്നതും നടപടിയെടുക്കുന്നതും. അദാനിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. കഴിഞ്ഞ 10 വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ ഏറ്റക്കുറച്ചിലുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന കാലത്ത് ഈ 2 ശതകോടീശ്വരന്മാർ മാത്രം എങ്ങനെ വളർച്ച കൈവരിച്ചു എന്ന ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാനാകില്ല. ഇതാ അവസാനം രാഹുൽ ഗാന്ധിയുടെ തന്നെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. താൻ അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു ED അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ധൈര്യമുണ്ടോ നരേന്ദ്രമോദിക്ക് എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. അദാനി അംബാനി എന്ന് പറയുക മാത്രമല്ല, അദാനിക്കും അംബാനിക്കും നരേന്ദ്രമോദി നൽകിയ പണം മുഴുവൻ തിരിച്ചു പിടിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകുമെന്നും രാഹുൽ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, ഇതെല്ലാം നിലനിൽക്കുമ്പോഴും നരേന്ദ്രമോദി പറഞ്ഞതിൽ കാര്യമുണ്ട്. അദാനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അത് രാഹുൽ ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനൊന്നും മോദി എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. അവർക്കെതിരെ മോദി ഇനി പ്രത്യേകിച്ചൊന്നും ചോദിക്കാനോ പറയാനോ പോകുന്നില്ല എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. എങ്കിലും അദാനിയെ വീണ്ടും ചർച്ചയിലേക്ക് എത്തിച്ചതിന് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ മോദിയോട് നന്ദി പറയണം.